മലയാള സാഹിത്യത്തിൻ്റെ ഭാഷയും അതിൻ്റെ ഭാവുകത്വവും അടിമുടി മാറ്റിപ്പണിഞ്ഞ എഴുത്തുകാരനാണ് സക്കറിയ സാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, നമ്മുടെ സമകാലിക വിഷയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കഥകളോടൊപ്പം തന്നെ ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് സക്കറിയ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വലിയ ബൃഹത്തായ നോവലുകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ വളരെ പ്രസക്തമായിട്ടുള്ള ചെറിയ നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നിരവധി ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ നിരവധി വേദികളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇതും ഒരു സർഗാത്മകമായ പ്രവർത്തനമാണ്. ഞാൻ നോവൽ എഴുതുന്ന പോലെ തന്നെ ഇതൊക്കെ തന്നെയും എൻ്റെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് സക്കറിയ പറയുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഒരു എഴുത്തുകാരനെയാണ് എൻ്റെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഇന്ന് വിമർശനം അസാധ്യമാകുന്ന കാലം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ മലയാളത്തിൽ ഈ വിഷയം ഏറ്റവും നന്നായിട്ട് നമ്മളോട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് സക്കറിയ എന്ന് നമുക്കറിയാം. അപ്പോൾ സാർ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖുറാനിൽ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇത് തുടങ്ങാം. നിങ്ങൾ എന്തെങ്കിലും അന്യായം കണ്ടാൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് അത് തടയുകയും പരിഹരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ സംസാരിക്കുക. അതിനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തെറ്റായിരുന്നു, അത് തെറ്റായിരുന്നു, അത് തെറ്റായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിമർശനത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇത്തരത്തിലൊരു ഖുറാനിൻ്റെ ഈ വാക്യം വളരെയധികം പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വിവാദവും സംവാദവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഖനം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാരിശ്ശേരി മാഷ് എഴുതുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത്, നമ്മൾക്ക് ഇവിടെ വേണ്ടുന്നത് യഥാർത്ഥത്തിൽ സംവാദമാണ് ഇവിടെ വേണ്ടുന്നത്, വിവാദമല്ല. പക്ഷേ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾക്കറിയാം, അപ്പോൾ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പുരോഗമന കലാസാഹിത്യത്തോട് മുഖം തിരിഞ്ഞു നിന്ന കുട്ടിക്കൃഷ്ണമാരാർ പോലും പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ ഞാൻ പങ്കുചേരുമ്പോൾ എനിക്ക് താല്പര്യമില്ല, ആ വിഷയം എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ ഞാൻ പങ്കുചേരുന്നതോട് കൂടിയിട്ട് എനിക്ക് ഒരു വലിയ വെളിച്ചമുണ്ടായി, സാഹിത്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു വെളിച്ചമുണ്ടായി. ഞാൻ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും സാഹിത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു വെളിച്ചം എനിക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതിൽ ഈ ഒരുപാട് നമ്മുടെ സമകാലിക വിഷയങ്ങളിലൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ശരീഅത്ത് നിയമത്തിനെ കുറിച്ചിട്ടുള്ളൊക്കെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഷബാനു കേസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നമ്മളിപ്പോൾ ഏക സിവിൽ കോഡ് വേണ്ട എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംവാദത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെളിഞ്ഞു വരുന്നത്, അല്ലേ? അപ്പോൾ ഈ സംവാദം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിവാദത്തിന് വഴി കൊടുക്കുകയാണ്. സംവാദം മാറിയിട്ട് ഇപ്പോൾ എല്ലാം വിവാദത്തിന് വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംവാദത്തിലും വിമർശനമുണ്ട്, വിവാദത്തിലും വിമർശനമുണ്ട്. ഈ രണ്ടെണ്ണത്തിനകത്തും വിമർശനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിവാദത്തിൻ്റെ വിവാദത്തിലെ വിമർശനം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വിവാദത്തിലെ ഈ വിമർശനത്തെ ഈ ജനക്കൂട്ടവും അതുപോലെ തന്നെ ഈ സമൂഹം ഇങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് സാറിനൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറ്റുമോ? എനിക്ക് ഇപ്പം നമ്മൾ കേരളത്തെ പറ്റിയാണല്ലോ അടിസ്ഥാനപരമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ദൈനംദിനം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടുത്തെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ കാണുകയും വായിക്കുകയും ആളുകൾ പറയുന്നത്, അതിലും പ്രധാനമായിട്ട് സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ളൊരു അഭിപ്രായമേ എനിക്കിതിനെ പറ്റിയുള്ളൂ. വിവാദങ്ങൾ
എന്ന് ചിലതിനെ പല ആശയങ്ങളെയും സാധാരണ അനിഷ്ടമായ പൊതുവിൽ മുഖ്യധാരയ്ക്ക് അനിഷ്ടമായ ആശയങ്ങളെ, ആരെങ്കിലും ചിന്തകളെ, മുഖ്യധാര എന്ന് പറയുമ്പോൾ ഞാൻ 2-3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഭരണകൂടം, ഇവിടുത്തെ അതത് സമയത്ത് ഇവിടെയുള്ള സർക്കാരുകൾ. 2 മതങ്ങൾ. നമുക്കിവിടെ 3 മതങ്ങളുണ്ട്. ക്രിസ്തു മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ഇസ്ലാമുണ്ട്. 3 ഇവിടുത്തെ ജാതികൾ. ഈ ജാതികൾ ഹിന്ദു മതത്തിൻ്റെ, പ്രധാനമായിട്ടും ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്. 4 മാധ്യമങ്ങൾ. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ. പിന്നെ ബ്യൂറോക്രസിയെ ഞാനൊരു മുഖ്യധാരയായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം നിറഞ്ഞ, അല്ലെങ്കിൽ വെറും ദുഷ്പ്രഭുത്വം നമുക്ക് വിട്ടുകളയാം. ഇവിടുത്തെ ഉദ്യോഗസ്ഥ സമൂഹത്തെ ഞാനൊരു മുഖ്യധാരയായിട്ട്, ഇവർക്ക് അനിഷ്ടമായ കാര്യങ്ങളുടെ മേലെല്ലാം ഈ വിവാദപരം എന്ന് പറയുന്ന ഒരു ലേബൽ ചുമത്തുന്നത് ഒരു സർവ്വസാധാരണമായിട്ട്, ഞാനിവിടെ വന്ന കാലം, ഡൽഹിയിൽ നിന്നൊക്കെ തിരിച്ച് കുറേ കാലത്തിന് ശേഷം ഇവിടെ മടങ്ങി വന്നപ്പോൾ തൊട്ട് ഈ വാക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഇയാൾ പറഞ്ഞത് നമുക്ക് യോജിക്കുന്നതല്ല, അതുകൊണ്ട് ഇത് വിവാദമാണ്, സംവാദമല്ല എന്നുള്ള ഒരു സംഭവം. അപ്പോൾ ഈ ലേബൽ ഇവിടെ സുപരിചിതമാവുകയും ഏറ്റവും എളുപ്പത്തിൽ വ്യത്യസ്തമായ, എൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും ഇതൊരു വിവാദമാണ് എന്ന് പറയും. അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയും ഇവിടുത്തെ ഒരാൾ ദൈവത്തിനെതിരെ. ഇത് വളരെ അവിശ്വസനീയമായ കാര്യം. ഇവിടെ ഇപ്പം ഉള്ള ഏതെങ്കിലും, കേരളത്തിൽ ഒട്ടനവധി ആൾ ദൈവങ്ങളൊന്നുമില്ല, ഭാഗ്യവശാൽ ഒരെണ്ണവും മറ്റോ ഉള്ളൂ. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ അത് വിവാദമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു മനഃശാസ്ത്രം ഇവിടെ ഉണ്ടായി വന്നു. അതിവിടെ വേര് പിടിച്ചു. ആ വേര് പിടിപ്പിച്ചതിൻ്റെ പിന്നിൽ മാധ്യമങ്ങളുടെ സ്ഥിര പരിശ്രമമാണ് വിവാദം എന്ന വാക്ക്. ഞാനിത് എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം. ഞാൻ പറയുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്കൊരു നല്ല വിൽപ്പനച്ചരക്കും കൂടിയാണ് വിവാദം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എക്സ് എഴുത്തുകാരനും എക്സ് എഴുത്തുകാരിയും തമ്മിൽ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള തർക്കം, അത് വന്നു കഴിയുമ്പോൾ അതിലെന്തോ അത്ഭുതകരമായിട്ട് സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ തെറ്റാണ് എന്ന് മറ്റേ ആളിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു, ആ ആൾ തെറ്റാണെന്ന് ഈ ആളിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. മാധ്യമങ്ങൾ ഇത് രണ്ടും കൂടി ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പന്തുകളി നടത്തി അവരുടെ വിൽപ്പന, എനിക്കറിഞ്ഞുകൂടാ, റീഡർഷിപ്പ് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് മലയാളികളുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഒരു വലിയ സ്വാധീനവും പരിണാമവും ഉണ്ടായി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിവാദം എന്ന വാക്ക് മാധ്യമ നിർമ്മിതമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നിലെ ആ സ്പിരിറ്റ് പൊതുവിൽ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്ക് അനിഷ്ടമായതെല്ലാം വിവാദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സാറിൻ്റെ ആദ്യത്തെ ഒരു ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗോവിന്ദം ഭജ ഗൂഢമതി എന്ന് പറയുന്ന സമാഹാരം. ആ സമാഹാരത്തിൻ്റെ പിറകിൽ കൊടുത്തിരിക്കുന്ന വാചകം തന്നെ 26 ലേഖനങ്ങൾ, 26 ലേഖനങ്ങളുടെ ഒരു വിമർശന ലേഖനങ്ങൾ എന്നാണ്, ശക്തമായിട്ടുള്ള 26 വിമർശന ലേഖനങ്ങൾ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ, ഇതിലുള്ള എല്ലാ ലേഖനങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള എല്ലാ പ്രശ്നങ്ങളോടും വളരെ സജീവമായിട്ട് കഥയിലെ തന്നെ പോലെ തന്നെ പ്രതികരിച്ച ലേഖനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ സാറ് ഇപ്പോൾ ഇത്രയധികം വിമർശകനായിട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ സാറിനെതിരെ വരുന്നൊരു വിമർശനത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ കണ്ണു തുറന്ന് കാണണം, വളരെ കൃത്യമായിട്ടത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് ഗൗരവമായിട്ടുള്ള വിമർശനമാണ് എന്ന് എനിക്ക് തോന്നണം. അത് എനിക്ക് തോന്നുക എന്നുള്ളത് അതൊരു സബ്ജക്റ്റീവ് സംഭവമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. ഒരു സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ അളക്കുമ്പോൾ ആ വിമർശനത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വാസ്തവത്തിൽ അത്തരത്തിലുള്ള വിമർശനത്തിലും
സന്തോഷം, ഈ വിമർശനം മാത്രമല്ല, ഈ ഈ പ്രശംസയ്ക്കും ഇതേ ഇഷ്യൂണ്ട്. പ്രശംസയും ഇതുപോലെ തന്നെ ആപത്കരമായ, വിമർശനം അത്രമാത്രം ആപത്കരമല്ല, പ്രശംസയാണ് സൂക്ഷിക്കേണ്ടത്. പ്രശംസയ്ക്ക് കീഴ്വഴങ്ങുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ XYZ, അയാൾ രാഷ്ട്രീയക്കാരനോ ആരാണെങ്കിലും അയാളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഒരുപോലെ അപകടകരമാണ്. അപ്പം വിമർശനത്തെ നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് നോക്കുക, കാണുക. യഥാർത്ഥമായ തെറ്റുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയുക. പക്ഷേ ആ വിമർശകൻ ഒരു ശത്രുവാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതില്ല. പക്ഷേ ശത്രുതയോടെ നടത്തുന്ന വിമർശനങ്ങൾ തിരിച്ചറിയാൻ മാത്രം ബുദ്ധി എനിക്കുണ്ട് താനും, സാമാന്യ ബുദ്ധി. ഇതൊരു വലിയ പ്രത്യേകമായ സ്പെഷ്യൽ ബുദ്ധിയൊന്നുമല്ല. അപ്പോൾ ആ സാമാന്യ ബുദ്ധി വെച്ച് ശത്രുതയും വൈരാഗ്യവും ആ തരത്തിലുള്ള പല പല ഈ വികാരങ്ങളും പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് നമ്മൾ കണ്ടു, അതിന് മറുപടി പറയാൻ പോവുക എന്ന് പറയുന്നത് അതിലും വലിയ ആപത്താണ്. കാരണം നമ്മൾ ആ ഒരു പ്രത്യേക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഭാഷ അല്ലെങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളെങ്കിലും നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. അത് നമ്മളുടെ സെൽഫിന് വളരെ വലിയൊരു ആപത്താണ്. അപ്പം അതുകൊണ്ട് ഈ വിമർശനങ്ങളെ കാണുക, വായിക്കുക. ഇത് വിമർശനങ്ങൾ ഒരിക്കലും വായിക്കില്ലാത്ത എഴുത്തുകാരെ എനിക്കറിയാം. അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം എങ്കിലും നമ്മൾ പല പാഠങ്ങളും നല്ല വിമർശനങ്ങൾ ഇന്ന് പഠിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശനങ്ങൾ, സാഹിത്യ ലോകത്ത് വിമർശനങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹിത്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം വെച്ചാൽ സാഹിത്യത്തിൽ ഇപ്പോൾ ഒരു വിമർശന മേഖല വളരെയധികം ഒരു തരം ഒരു പരിക്ഷീണാവസ്ഥയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ കാലഘട്ടമാണ്. ടെക്സ്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വായനയിലൂടെ അല്ല ഒരു കഥയെ അധികരിച്ച് അല്ലെങ്കിൽ ഒരു നോവലിനെ അധികരിച്ച് ഒരുപാട് ടെക്സ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വിമർശനം, നിരൂപണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് നമുക്ക് അതിനെ അത്രയും സജീവമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്തും എന്തുണ്ട്, വിമർശനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോഴും, ഒരു കഥയെക്കുറിച്ചിട്ട് 10 ടെക്സ്റ്റുകൾ ഉണ്ടാക്കുമ്പോഴും ആ ടെക്സ്റ്റിനകത്തും എന്ത് വരുന്നുണ്ട്, വിമർശനം എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ടെക്സ്റ്റിനെ പറ്റിയാണ്. സോഷ്യൽ മീഡിയ ടെക്സ്റ്റ് മാത്രമല്ല, ഇപ്പോൾ അതല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു പല രീതിയിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പണ്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ എന്ത് വായിച്ചത്, നമ്മുടെ ഈ ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മൾ വായിച്ചിട്ടുള്ളത്. രവിയുടെ പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് നമ്മളത് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയൊരു കാലഘട്ടം വരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക അവസ്ഥ, അതിൻ്റെ മറ്റേ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതി, അതിലത്തെ മതം, അങ്ങനെ പല പല അടരുകളായിട്ട് എടുത്തിട്ട് ഇതിനെ വിമർശനം എന്ന് വെച്ചാൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ, പല രീതിയിലും വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ വരുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പെരിഫറലായിട്ട് ടെക്സ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അകത്തും എന്ത് കിടക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ വിമർശനം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിനകത്തും യഥാർത്ഥം കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പഴയൊരു കാലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മുണ്ടശ്ശേരിയുടെ ഒരു കാലഘട്ടം, മുണ്ടശ്ശേരിയുടെ പിന്നെ എന്താണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ട് ഭോജരാജാവിൻ്റെ വെറും മറ്റേ എന്താണ് ഭോജരാജാവിൻ്റെ ഒരു ദാസൻ മാത്രമായിരുന്നു കാളിദാസൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അതിനെതിരെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ചിത്രയോഗം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ വന്ന് അത് കുമാരനാശൻ, അതായത് ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനെ ഡയറക്റ്റ് വിമർശിക്കുന്നു. ഇപ്പോഴും അത് നടക്കുന്നൊരു കേസേ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് വിമർശിക്കുന്നു, അത് ചിത്രയോഗം ശരിയല്ല, ചിത്രയോഗത്തിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ, അതിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ ഇതിൽ കണ്ടന്റിലും ഒക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കുമാരനാശൻ വള്ളത്തോളിനെ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഷീർ വളരെയധികം വിമർശിക്കപ്പെട്ട ഒരാളാണ്, അല്ലേ? ജി ശങ്കർ ഭൂപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ സജീവമായപ്പോൾ എം വിജയൻ മാഷ് വൈലോപ്പള്ളിയെ കുറിച്ചിട്ട്, വൈലോപ്പള്ളി പറഞ്ഞാൽ ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ട് എന്ന്, മാമ്പഴത്തിൽ ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വൈലോപ്പള്ളി അത് പേഴ്സണലായിട്ട് പോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സജീവമായ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ സാറിൻ്റെ മറ്റേ ഈ ആദ്യത്തെ പുസ്തകം ഗോവിന്ദമ്പജ പൂണവട എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒ.വി. വിജയൻ്റെ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഡൽഹി മറ്റേ ഇതിൻ്റെ
മറ്റേ നോവൽ ധർമ്മപുരാണം. ധർമ്മപുരാണത്തിനെ കുറിച്ചൊരു ഒരു ലേഖനം സാറ് തന്നെ എഴുതിയിട്ടുണ്ട്. പുരാണത്തിൻ്റെ സമകാലിക പ്രസക്തി എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എല്ലാവർക്കും ഒരു റൊമാൻറ്റിക് നോവലാണ്. അതിൽ രവീനെ എടുത്ത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര രവീൻ്റെ എല്ലാം കൂടിയിട്ട് അതിൽ റൊമാൻറ്റിസിസമാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് നമുക്ക് ആ കാൽപ്പനികമായ നോവൽ നമുക്ക് വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ വേണ്ടി പറ്റും. ആരെയും അത് എന്ത് ചെയ്യുന്നില്ല, ശല്യം ചെയ്യുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ധർമ്മപുരാണം എന്ന് പറയുന്ന നോവൽ ആളുകൾക്ക് ശ്വാസം മുട്ടിക്കുകയും ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ഒരു കാലഘട്ടത്തിൽ. അതിനെ അന്ന് ഒരു പ്രസിദ്ധീകരണങ്ങളും, മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണങ്ങളും അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ആ സമയത്ത് മലയാള നാട് എന്ന് പറയുന്ന അന്നത്തെ പ്രസിദ്ധീകരണം അത് അന്ന് പൾപ്പ് നോവലുകളും പ്രസിദ്ധീകരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് കുറേ സാധനങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രസിദ്ധീകരണം ഈ ധർമ്മപുരാണത്തിനെ ഏറ്റെടുക്കുകയും ഇതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ധർമ്മപുരാണത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എം കൃഷ്ണൻ നായരെ പോലുള്ള ഒരു വിമർശകൻ അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിമർശകൻ ഉള്ളത് കൊണ്ടും കൂടിയാണ് ധർമ്മപുരാണം എന്ത് വരുന്നത്, അതിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ വിമർശകൻ. അതെ, അതിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കണ്ടെത്തൽ നടത്തേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അന്നത്തെ ചെറുപ്പക്കാരാണ് അത് ഏറ്റെടുത്തത്. ആ നോവൽ ഏറ്റെടുത്തത് ഇന്നത്തെ ചെറുപ്പക്കാരാണ്. ആരും വായിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ നോവൽ അന്ന് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തത് അന്നത്തെ യുവജനതയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സാധനത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരൂപകൻ്റെ ആവശ്യം വളരെ ഇതാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു നിരൂപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിമർശനം ഇവിടെ മലയാള സാഹിത്യത്തിൽ ഇന്നിപ്പോൾ ഇല്ല. അപ്പം അതാണോ നമ്മൾക്ക് പലപ്പോഴും ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൾപ്പ് നോവലുകളൊക്കെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഭയങ്കരമായൊരു വിപണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രസാധകന്മാരെല്ലാവരും കൂടി ചേർത്ത് വിപണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ സാർ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, വിമർശനം അനിവാര്യമാണോ? ഒരു വിമർശകന്റെ അനിവാര്യത മലയാള സാഹിത്യത്തിൽ ഇപ്പോഴുണ്ടോ? വിമർശനം വാസ്തവത്തിൽ അപ്രത്യക്ഷമായിട്ട് എൻ്റെ ഒരു പൊതുവിലുള്ള ഒരു റീഡിങ് ശരിയാണെങ്കിൽ ഒരു 30-40 കൊല്ലത്തോളമായിട്ട് വിമർശനം, ചിലരൊക്കെ വിമർശകർ ഇനിയും ബാക്കിയുണ്ടെങ്കിലും, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഉണ്ടെങ്കിലും അവരിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ, കൃതികൾ തന്നെ പതുക്കെ ക്ഷയിച്ചു പോയി. വിമർശന കല നമ്മൾ ഇപ്പം ഈ പഴയ കാലത്തേക്ക് നോക്കുന്നതിന് എനിക്ക് അല്പം പോലും വിശ്വാസമില്ല, അല്പം പോലും ഞാൻ ആഗ്രഹിക്കുന്നതുമല്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുണ്ടശ്ശേരിയും കുട്ടിക്കൃഷ്ണമാരാരും MP പോളും അതുപോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്കൊരു മൂല്യാധിഷ്ഠിതമായ ഒരു വിലയിരുത്തൽ നമുക്ക് ലഭിക്കുമായിരുന്നു. ഒരു പുതിയ കൃതി വന്നാൽ അതിൻ്റെ നല്ലതും ചീത്തയും, ചിലപ്പോൾ അത് ചീത്തയാണെന്ന് തന്നെയുള്ള ഒരു സ്ഥാപിക്കലായിരിക്കാം ചിലപ്പോൾ നടക്കുക, ചിലപ്പോൾ നല്ലതാണെന്ന് പറയും. അതല്ലെങ്കിൽ അതിനെ വളരെ സഗൗരവം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ഗൗരവപൂർവം അതിനെ സമീപിച്ച് അതിനെ പഠിച്ച് അവരുപയോഗിക്കുന്ന തത്വങ്ങളും മറ്റും ഒരുപക്ഷെ ഇന്ന് നമ്മൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. അതൊക്കെ പണ്ടങ്ങാണ്ടുണ്ടാക്കിയ തത്വങ്ങളൊക്കെ ആയിരിക്കാം, സൗന്ദര്യശാസ്ത്രങ്ങളും ഒക്കെ. പക്ഷേ അത്തരത്തിലൊരു ചട്ടക്കൂട്ടിനുള്ളിൽ അവരത് ചെയ്തിരുന്നു. അത് ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് അത് വായിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു പക്ഷേ കൗമാരപ്രായക്കാരും ചെറുപ്പക്കാരുമായ ഞങ്ങൾക്കൊക്കെ പുസ്തകങ്ങളെ പറ്റിയുള്ള കൂടുതൽ ധാരണയുണ്ടായത്. അത് അപ്രത്യക്ഷമായി പോയി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ അപ്രത്യക്ഷമായതിൽ ഇതെല്ലാം അച്ചടിച്ചു വരുന്ന സാധനങ്ങളാണല്ലോ. വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അപ്രത്യക്ഷമായത് പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം, പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, സാഹിത്യ മേഖലകൾ വർദ്ധിച്ചു, പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണങ്ങൾ അന്നൊരു അക്കാലത്ത് ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് എല്ലാം കൂടി ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മാത്രമാണ് ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മലയാള രാജ്യം വന്നു, മലയാള നാട് വന്നു, പിന്നെ കലാകൗമുദി വന്നു, ഇങ്ങനെ പലതും വന്നു സാഹിത്യത്തിനു വേണ്ടി തന്നെ. ഇത്രയൊക്കെ വന്നിട്ട് പോലും ഇത്രയും പ്രസിദ്ധീകരണങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതിലധികമായിരുന്നു ഈ തരത്തിലുള്ള ഒരു വിമർശന ലോകം രൂപപ്പെടുത്തി സ്ഥാപിച്ചു കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. അവർക്ക് തന്നെയല്ല, സാഹിത്യ വിമർശനം അതിൽ പ്രത്യേക താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പടക്കം
സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ആ സാധനം മെല്ലെ അതിനെ മരിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താളുകളിൽ നിന്ന് അത് കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഒരു 2 സെൻറ്റിമീറ്ററിലുള്ള ഒരു കുറിപ്പും മറ്റുമാക്കി എല്ലാവരും അതിനെ മാറ്റി. അപ്പോൾ ഒരു വശത്ത് ഒരു പക്ഷേ അത്തരത്തിൽ പണ്ടുണ്ടായിരുന്നത് പോലെ പാണ്ഡിത്യമുള്ള നിരൂപകർ ഒരു പക്ഷേ കുറഞ്ഞു വന്നിട്ടുണ്ട് സാഹിത്യത്തിൽ ആ രീതിയിൽ താല്പര്യമുള്ളവർ. മറുവശത്ത് പ്രസിദ്ധീകരണത്തിനുള്ള വെന്യൂകൾ കൂടി കുറഞ്ഞുപോയി. അതുകൊണ്ട് ഞാനിത് അതിനെ അപ്പോൾ എങ്ങനെയാണിത് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനകത്തെല്ലാം ചില നിസ്സഹായതകളുണ്ട്. മാധ്യമങ്ങളും നിസ്സഹായരാണ്. അവർക്ക് എന്തുമാത്രം സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ഈ സാഹിത്യം കേരളത്തിൽ ഉള്ള സത്യം ഞാൻ പറയട്ടെ, ഒരു മൈനോറിറ്റി മൂവ്മെൻറ്റാണ്. 3,30,00,000 മലയാളികളിൽ സാഹിത്യം വായിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് താല്പര്യമുള്ളവർ 1,00,000 പേര് കാണുമോ? 1,00,000 പേരുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇറ്റ്സ് എ മൈന്യൂട്ട് അത്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യ അയക്കുക. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പക്കാരി ഒരു 25-30 കൊല്ലം മുമ്പ് വരെ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ലിറ്റററി വീക്കെൻഡ് ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 16 പേജുള്ള ഒരു സപ്ലിമെൻ്റ് എല്ലാ വീക്കെൻഡിലും നമ്മുടെ സദാനന്ദ മേനോൻ എഡിറ്റ് ചെയ്ത്, അതിനു മുമ്പ് പ്രതീഷ് നന്ദി എഡിറ്റ് ചെയ്ത് ഒരു ഉഗ്രൻ സാധനം ഉണ്ടായിരുന്നു. ലോകമൊട്ടാകെയുള്ള സാഹിത്യം അത് ഒരു സുപ്രഭാതത്തിൽ അവരത് അടച്ചുപൂട്ടി. കാരണം അതിൽ പരസ്യങ്ങളില്ല, ആ പേജുകളിൽ കാശ് കിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യ അത് അടച്ചുപൂട്ടി. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചില നഗ്ന സത്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ വിമർശനം എന്ന് പറയുന്ന ആ കല അങ്ങ് അസ്തമിച്ചു. ഇന്നിപ്പം ഞാൻ പേരെടുത്ത് പറയുന്നത് തെറ്റില്ലല്ലോ. നമുക്കിപ്പം ഡോക്ടർ വി രാജകൃഷ്ണനെ പോലെയൊക്കെയുള്ള ഞാൻ പെട്ടെന്ന് തന്നെ വായിലേക്ക് വരുന്നവർ രാജകൃഷ്ണനെ പോലെയൊക്കെയുള്ള ഒരു അഗാധമായ പാണ്ഡിത്യം ഇംഗ്ലീഷിലും മലയാളത്തിലും ലോകസാഹിത്യത്തിലുമൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അവരിൽ നിന്ന് എനിക്കറിഞ്ഞുകൂടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, വളരെ ചുരുക്കം രചനകളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നീട് വന്നത് ഒരു സാഹിത്യ പ്രവാഹം. ഒരു എഴുത്തുകാരുടെ സോഷ്യൽ മീഡിയ തുറന്നതോടെ എഴുത്തുകാരുടെ ഒരു പ്രവാഹം അതിലേക്ക് കടന്നു കയറി വന്നു. അതിലൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പത്രാധിപന്മാർക്ക് കൈകാര്യം ചെയ്യാവുന്ന സാഹിത്യകൃതികൾക്ക് ഒരു വളരെ കർശനമായ ഒരു പരിമിതിയുണ്ട്. മാതൃഭൂമി ഇപ്പോൾ സുഭാഷ് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു സമയത്ത് എത്ര നോവൽ സീരിയലൈസ് ചെയ്യാൻ പറ്റും? കൂടി വന്നാൽ മൂന്ന് പോലും പ്രയാസമാണ്. 2 ആ 2 എണ്ണം തീരണമെങ്കിൽ 30 ആഴ്ചയോ 40 ആഴ്ചയോ ചിലപ്പോൾ എടുത്തെന്നിരിക്കും. അപ്പോൾ ഇവരുടെ കൈകളും കെട്ടപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്താണ് സോഷ്യൽ മീഡിയ തുറന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഈ കാത്തു കെട്ടിയിരുന്ന് ഇതൊരു അണ പൊട്ടിക്കുന്ന പോലെ ഒരു സംഭവമായിരുന്നു. അവരെല്ലാം അതിനകത്ത് നല്ലതെന്ന് പറയാം, ചീത്തയെന്ന് പറയാൻ ആരുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആർക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, എനിക്കിഷ്ടപ്പെടില്ല, എനിക്കിഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ പേര് പറയാമല്ലോ, ധർമ്മജൻ്റെ പുസ്തകവും മറ്റും 2-3 ലക്ഷം കോപ്പി വിൽക്കുകയാണ്. അത് വെറുതെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ ആരും വാങ്ങിയതല്ല എന്ന് ഞാൻ ഇന്നലെ സന്തോഷത്തോട് പറയും. അത് വായിക്കാൻ തന്നെ കൊണ്ടുപോയതാണ്, വായിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മേടിച്ചുകൊണ്ട് പോയവരാണ്. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ ഒരു പുതിയ റീഡർഷിപ്പ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ആ രീതിയിൽ വായന കൈവിടാതെ സൂക്ഷിക്കാൻ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പഴയ കാലത്തേക്ക് പെട്ടെന്നൊന്ന് പോവുകയാണ്. നമ്മളൊരു 50 കൊല്ലം മുമ്പ് പൈങ്കിളി എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു സാഹിത്യരൂപം ഉണ്ടായിരുന്നു. 50 കൊല്ലം മുമ്പല്ല, അത് സമീപകാലം വരെ നമ്മൾ പൈങ്കിളി മുട്ടത്ത് 30-40 കൊല്ലം മുമ്പ് വരെ മുട്ടത്തുവർക്കി, കാനമീജെ, ഇങ്ങനെ കുറച്ച് പേരുടെ
പരമ്പരയായിട്ട് വന്നിരുന്ന നോവലുകൾ. പക്ഷെ വാസ്തവത്തിൽ അത് ചെയ്തത്, മുട്ടത്തുവർക്കിയും മറ്റും ചെയ്തത്, എനിക്കൊക്കെ കൃത്യമായിട്ട്, ഞാൻ ആ മില്ലുവിൽ നിന്ന് വളർന്നു വന്നവനായതുകൊണ്ട് പറയുകയാണ്, ഈ കാർഷിക മേഖലകളിലെ തിരുവിതാംകൂർ ഏരിയയിലെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളെ വായനക്കാരായി നിലനിർത്തുക ചെയ്തത്. പിന്നെ ഇവരുടെ നമ്മൾ ഈ പൈങ്കിളി, അവരിതിനപ്പുറത്തോട്ടുള്ള തത്വശാസ്ത്രപരവും മഹത്വമായ ഒരു രചനയുമല്ല അവർ പ്രതീക്ഷിച്ചത്. അവർക്ക് വേണ്ടത്, അവർക്ക് ലിറ്ററസി ഉണ്ടായിരുന്നു, വായിക്കാൻ മെറ്റീരിയൽ ഇല്ലായിരുന്നു. ആ കർഷകരാണ് ഈ പൈങ്കിളി സാഹിത്യത്തിലൂടെ അവരുടെ വായന നിലനിർത്തിയത്. അവരുടെ മക്കൾ കുറേയെല്ലാം നിലനിർത്തി. ആ ഒരു പ്രോഗ്രസ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് വാസ്തവത്തിൽ. പക്ഷെ നമ്മളതിനെ നമ്മൾക്കന്ന് അംഗീകരിക്കാവുന്നതായ ആധുനികതയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പം ഇത് വളരെ ബാലിശമായ എഴുത്തായിരുന്നു. ബാലിശമായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ആവശ്യമുള്ള എഴുത്തായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തെ വായനയെ സഹായിച്ച എഴുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂടിക്കുഴഞ്ഞ ഒരു കാര്യമാണ് സാഹിത്യത്തിൻ്റെ വരവും പോകും. സോഷ്യൽ മീഡിയ ഈസ് എ റിയാലിറ്റി. അവിടെ പത്രാധിപന്മാരെ നോക്കേണ്ട കാര്യമില്ല, അവിടെ സ്പേസ് നോക്കാനില്ല. എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബ്ലോഗിൽ എഴുതി ചേർക്കാം, വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിക്കും. അപ്പം ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന സാഹിത്യത്തിൻ്റെ പല പല മൂല്യങ്ങളും രൂപങ്ങളും ഭാവങ്ങളും നിർണ്ണയിക്കുക സോഷ്യൽ മീഡിയ ആയിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ല, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഇതുപോലെ തന്നെ ലൈബ്രറിയോ സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ഒരു ലൈബ്രറി ഒന്നുമില്ല, നമ്മുടെ സ്കൂളിൽ പോലും ലൈബ്രറിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ശരിക്കും സാഹിത്യം വായിക്കാൻ വേണ്ടി തുടങ്ങിയത് മലയാള മനോരമയും മംഗളവും വായിച്ചിട്ടാണ്. അന്ന് മുട്ടത്തുവർക്കി മറ്റേ ഈ പറയുന്ന ഇതുപോലെ ജോൺ ആലിങ്കൽ, അത് പറയുന്ന ഒരുപാട് ജോയ്സി തുടങ്ങിയ ആൾക്കാരുടെ പുസ്തകം നോവലുകൾ വായിച്ചിട്ടാണ് നമ്മുടെ ഒരു വായനയിലേക്കും കാര്യങ്ങളിലേക്കും പിന്നീട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. കാരണം ഈ പറയുന്ന പോലെ, സാറ് പറയുന്ന പോലെ ഭയങ്കരമായ ഈ കൃതികളുടെ ആധിക്യം അതിഭീകരമായിട്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വന്ന് കയറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇത് വന്നിട്ടുണ്ട്. പിന്നെ പ്രസാധകന്മാരുടെ ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഇപ്പോൾ നമുക്കിപ്പോൾ നിയമസഭ ഇവിടുത്തെ മറ്റേ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം എത്ര 100-150 മറ്റോ പിന്നെ പ്രസാധകന്മാർ തന്നെ ഇവിടെയുണ്ട്. ഇവരുടെ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിയമസഭയുടെ അതിലൂടെ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, സാർ എൻ്റെ സ്റ്റോളൊന്ന് സന്ദർശിക്കണം എന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ, ആ പുസ്തകത്തിന് വേണ്ടി അവിടെ ഒരു സ്റ്റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വായനയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല. ആ സാധ്യത ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പൈങ്കിളി നോവലുകളൊക്കെ ഭയങ്കരമായിട്ട് വന്നു കയറിയത്. പിന്നെ ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. കാരണം എന്തും നമുക്ക് വായിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ മറ്റ് സാധനങ്ങൾ പൾപ്പ് നോവൽ വായിക്കേണ്ടെന്നല്ലാതെ പറഞ്ഞത്. പക്ഷെ അതാണോ സാഹിത്യം എന്ന രീതിയിൽ ഇവിടെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഹുവാൻ നോവ ഹരാരിയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഭയങ്കരമായ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങൾ ഇല്ലാത്തതല്ല, അതിൻ്റെ ആധിക്യമാണ്. ഈ ആധിക്യത്തിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ സാറിൻ്റെ തന്നെ യേശുപുരം ലൈബ്രറിയുടെ പരാതി എന്ന് പറയുന്ന കഥയിൽ പറയുന്ന പോലെ, ഈ കുന്നുകൂട്ടി ഇടപെട്ട് കിടക്കുന്ന പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയൊരു ഒരു പ്രതിസന്ധി വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഈ ജനക്കൂട്ടത്തിനല്ല, വായനക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു വിമർശകൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു വിമർശകൻ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെ ഒരു വിമർശകന് എത്രമാത്രം റീച്ച് കിട്ടും, എവിടെയാണ് അയാൾക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റുക? അതായിരുന്നു ഞാൻ തിരിച്ച് ചോദിച്ചത്. കാരണം ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം അയാൾ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എക്സ് നമ്പർ ഓഫ് റീഡേഴ്സിൻ്റെ 30% ആയിരിക്കും അത് വായിക്കുക, അല്ലെങ്കിൽ 20%. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീച്ച്, ഒരു മൂല്യാധിഷ്ഠിത വിമർശനത്തിൻ്റെ ഒരു റീച്ച് ഇന്നത്തെ ഈ സന്തോഷ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്ന 1000 പോരാ.
അതിലൊക്കെ കൂടുതൽ പ്രസാധകർ കേരളത്തിൽ കാണും. അത് പോരാ, അതിലും കൂടുതലുണ്ട്. ഒരു ഒരു അത്യാവശ്യം ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയി ഒരു സാധനം അച്ചടിപ്പിക്കാൻ ശേഷിയുള്ള ആർക്കും ഒരു പുസ്തക പ്രസാധകനായിട്ട് മാറാം. അതിനുള്ള കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ. എല്ലാവരും സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യുന്നവരും വളരെയധികം ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് കൂടി സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും വഴി കാണിക്കാനും ഒന്നും പണ്ട് മുട്ടശ്ശേരിയൊക്കെ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ അന്നത്തെ കേരള സാഹിത്യ സമ്മേളനങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയൊക്കെയുള്ള ചർച്ചകളും ഒന്നും ഇനി സാധ്യമേ അല്ല. ഇനി വരാൻ പോകുന്നത്, ഇപ്പം ഞാൻ എൻ്റെ പ്രസാധകൻ ഒരിക്കൽ ഇവിടെ ഒരു മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ഓഫീസിൽ വിളിച്ചു കൂട്ടി. അപ്പോൾ അവിടെ ഞാൻ മീറ്റ് ചെയ്തത്, അത് പരസ്യമായിട്ടുള്ള, അത് രഹസ്യമൊന്നുമില്ല, അവിടെ ഞാൻ മീറ്റ് ചെയ്തത് ഒരു 40ഓളം ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. ഈ ചിലപ്പോൾ ചിലർ ഇവിടെ ഉണ്ടാവും. ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെറുപ്പക്കാർ, അവരൊരു 30 വയസ്സിൻ്റെ താഴോട്ടുള്ളവരാണ്. ഒരു 20നും ഒരു 25-26നും ഒക്കെ ഇടയ്ക്ക് ഉള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇവരെല്ലാവരും. ഇവർ ലിറ്റററി ഇൻഫ്ലുവൻസേഴ്സാണ്. ഇവരാണ് സോഷ്യൽ മീഡിയയിൽ പുസ്തകങ്ങളെ വായനക്കാരെ ഓരോ പുസ്തകങ്ങൾക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ. അതൊരു ഫുൾ ടൈം ജോലിയാണ്. അവരിൽ ഓരോരുത്തർക്കും 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഇങ്ങനെയൊക്കെയുള്ള ഫോളോയിങ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു ഈ ഇൻഫ്ലുവൻസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്. അവർക്ക് ഈ പുസ്തകങ്ങളെപ്പറ്റി നമുക്കൊക്കെ ഉള്ള പോലെ ഒരു ധാരണയും അവർക്കില്ല. അവരുണ്ടെന്ന് നടിക്കുന്നുമില്ല എന്നുള്ള, എനിക്കത് വളരെ 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 ഇഷ്ടപ്പെട്ട കാര്യം. അങ്ങനെ അവർ നടിക്കുന്ന പോലും ഇല്ല. അതിലൊരു പെൺകുട്ടി അവിടെ പരസ്യമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇൻറ്ററാക്ഷനിൽ ആ കുട്ടി എണീറ്റ് എന്ന് പറഞ്ഞു, സാർ, ഞാൻ 3 മാസം മുമ്പാണ് ആദ്യമായിട്ട് ഒരു പുസ്തകം വായിച്ചത്. അപ്പോൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ ഈ വായന എന്നവർക്ക് തോന്നി. ഉടനെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഇൻസ്റ്റഗ്രാമോ അതിനകത്ത് കയറി ഒരു 4-5 വാചകം ആ പുസ്തകത്തെപ്പറ്റി എഴുതിയിട്ടു. അപ്പം മനസ്സിൽ വന്ന ഒരു 4-5 കാര്യങ്ങൾ. അതിനൊരു 50,000-ഓളം വ്യൂസ് അതിന് കിട്ടുകയായിരുന്നു. ലൈക്സും എന്താണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ കിട്ടി. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി ഇതൊരു അടുത്ത പുസ്തകം, ജീവിതത്തിലെ 2ാമത്തെ പുസ്തകം ഉടനെ പോയി മേടിച്ചു. അതിനെപ്പറ്റി ഒരു കുറിപ്പ് എഴുതിയിട്ടു. അതിലും ഭയങ്കരമായിട്ട് അത് കയറിപ്പോയി. അപ്പോൾ ഈ കുറിപ്പിൻ്റെ കൂടെ ഈ കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ളൊരു കുട്ടിയെ ഇത് വായിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൂടിയുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഇട്ടു. ഇതാണ് ഇൻഫ്ലുവൻസിങ്ങിൻ്റെ, പണ്ട് മുണ്ടശ്ശേരിയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വാസ്തവം. ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇപ്പം എൻ്റെ പ്രസാധകൻ എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോയതിൻ്റെ ഒരു കാരണം, എനിക്ക് വേണമെങ്കിൽ ഇവരുമായിട്ട് ബിസിനസ് ചെയ്യാം, നമ്മളുടെ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാൽ നമ്മുടെ പുസ്തകങ്ങളും കൊടുത്ത് അതിൻ്റെ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രൊമോട്ട് ചെയ്തോളും എന്നും കൂടി, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഇവിടെ ഒരു വളരെ യാഥാർത്ഥ്യമായിട്ട് കറക്റ്റായിട്ട് നടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നല്ല എഴുത്ത് എങ്ങനെയൊക്കെയോ നല്ലതാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ പുതിയ കുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല, എല്ലാം ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ പോയി ഒരു സെലൂണിൻ്റെയോ അതുപോലെ അവിടെ പുതിയൊരു എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണേൻ്റെ അടുത്ത് പോയി അതെല്ലാം ഒരു ക്യാമറയും കൊണ്ടുപോയിട്ട് അതെന്ത് ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുന്നു, ഒരു 10,000 രൂപ അവർ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം, മാസം ഒരു തുക തന്നാൽ മതി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു എണ്ണ അല്ലെങ്കിൽ ഇതുപോലെ കുഴമ്പ് അല്ലെങ്കിൽ ഇതുപോലെ പുതിയൊരു ഒരു മേക്കപ്പ് സാധനം അല്ലെങ്കിൽ സിനിമ പ്രൊമോട്ടേഴ്സിനെ പോലെ തന്നെ ഇപ്പോൾ ഈ സാഹിത്യത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കബളിക്കപ്പെടുന്നുള്ളതാണ്. ആളുകൾ ഭയങ്കരമായിട്ട് ഇതാണ് ശരി എന്ന് തോന്നും. ഇപ്പം അഖിൽ പി ധർമ്മജൻ്റെ കാര്യം നമ്മൾ കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം നന്നായിട്ട് വിറ്റുപോയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിലൊക്കെയുള്ള ആളുകൾ പറയുന്നത്
ഒരു 20% ആളുകൾ ഇവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട്, നമ്മൾ പണ്ട് മറ്റേ മംഗളവും മനോരമയും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത്തരത്തിൽ നല്ല വായനയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 20% ആൾക്കാർ ഇത്തരത്തിൽ നല്ല വായനയിലേക്ക് വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വന്നതിന് ശേഷം ഇവിടെയൊക്കെ ബുക്ക് സ്റ്റാളുകൾ ഉണ്ട് എന്നൊക്കെ ഒരു പുതിയ തലമുറ തിരിച്ചറിയുന്നത്. കാരണം പലപ്പോഴും മറ്റേ DC ബുക്സിൻ്റെ സ്റ്റാളും അതുപോലെ തന്നെ മാതൃഭൂമിയുടെ സ്റ്റാളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ വരുന്നതിന് ശേഷം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റും അതിനകത്തുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള പ്രൊമോട്ടേഴ്സ് വന്നിട്ട് ഈ പറയുന്ന പോലെ പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, അതിന് എഴുത്തുകാരൻ വിധേയനായാൽ, ഒരു സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ വിധേയനായി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് കബളിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല സാറ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്തമില്ലാതെ, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വേണ്ട ഒരു സമയമാണിത്. നമ്മൾക്ക് ഏറ്റവും, അതായത് നമ്മളൊരു അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റും അങ്ങനെയുള്ള ഒരു സർക്കാരും സംവിധാനവും ഒക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ എഴുതാനുള്ളൊരു ബാധ്യത ഒരു എഴുത്തുകാരൻ്റെ മുകളിലുണ്ട്. അത്തരത്തിലുള്ള അങ്ങനെ എഴുതാത്ത എഴുത്തുകാരൻ കുലംകുത്തിയാണ് എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് സാറ് ഒരു ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഉത്തരവാദിത്വം നമ്മുടെ റൈറ്റേഴ്സിന് അത്യാവശ്യമാണോ? അതായത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എഴുതുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? അല്ല അതൊരു വെറും ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമാണോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു സന്തോഷം. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ പറയാൻ സന്തോഷം ചോദിച്ചപ്പോൾ ഉത്തരവായിട്ട് പറയാൻ ഞാൻ തുടങ്ങിയതാണ്. കാരണം ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ അടക്കമുള്ള പുതിയ തലമുറ എഴുത്തുകാർ സോഷ്യൽ മീഡിയയിൽ കൂടി സ്വയം പ്രചാരം സൃഷ്ടിച്ചവരും റീഡർഷിപ്പ്, അവരൊന്നും അപകടകാരികളല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉറച്ചും വിശ്വസിക്കുന്നു. അവർക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. അവർ സ്റ്റോറി ടെല്ലേഴ്സാണ്. അവർ ആ സ്റ്റോറി ടെല്ലിങ് അവരുടേതായ രീതിയിൽ നിർവഹിച്ചു. അവർക്ക് റീഡർഷിപ്പുണ്ട്. എൻ്റെ ഭയം, അതിൻ്റെ സ്ഥാനത്ത് വർഗീയ വിഷം പരത്തുന്നവരായിരുന്നു ഇത് എഴുതിയതെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്കുള്ളിൽ ആ വർഗീയ വിഷം ഇവർക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മതമാണ് മഹത്ത്, നിൻ്റെ മതം മോശം, നീ എൻ്റെ ശത്രുവാണ്, നീ മറ്റൊരു മതമായതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കേരളത്തിലും സുപരിചിതമായി കഴിഞ്ഞ ആ വിഷം പരത്തുന്നവരുടെ പുസ്തകങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു, സത്യം ഞാൻ പറയട്ടെ, സാഹിത്യം മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. സാഹിത്യം ഇല്ലാതായാലും കുഴപ്പമില്ല. ഈ വിഷത്തിന് മുമ്പിൽ മറ്റൊന്നും വിഷമല്ല. മറ്റുള്ളതെല്ലാം അങ്ങേ അറ്റം എന്താ പറയേണ്ടത്, ഒരു നിർദോഷം, നിഷ്കളങ്കം എന്ന് ഞാൻ പറയും. കാരണം ധർമ്മജൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരു സുപ്രധാന നിരൂപകന് വേണമെങ്കിൽ പറയാം, ഇതിങ്ങനെയൊന്നും അല്ല എഴുതേണ്ടിയിരുന്നത്, ഇതിനകത്ത് അതില്ല, ഇതില്ല, മറ്റേതില്ല എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് വിഷമില്ല എന്ന് മാത്രം നമ്മൾ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഇന്നിപ്പം, പക്ഷേ അതിനും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാമല്ലോ. വിഷം പ്രവഹിക്കുകയാണ്, യൂട്യൂബിലും മറ്റും ഇതിങ്ങനെ ഒഴുകുകയാണ്. അതിൽ വിശ്വസിക്കാനുള്ള ആളുകളുടെ എണ്ണം അവിശ്വസനീയമാണ്. അത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നവരുടെ ആൾ. അപ്പം ഇതാണ് ആ ഉത്തരവാദിത്വം. അപ്പം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അഖിൽ പി ധർമ്മജനാണെങ്കിലും MG വാസുദേവൻ നായരാണെങ്കിലും അല്ലെങ്കിൽ M മുകുന്ദനാണെങ്കിലും ആരാണെങ്കിലും ഈ ഉത്തരവാദിത്വമാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. നമ്മളുടെ ഈ മലയാളത്തിൽ എഴുതുമ്പം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ചെറിയ കമ്മ്യൂണിറ്റിയാണ്. കുറച്ച് ഹിന്ദുക്കളുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, കുറച്ച് മുസ്ലിങ്ങളുണ്ട്. ഈ 3 കൂട്ടരെയും പരസ്പരം കഠാരയെടുക്കാൻ, അവരെ പരസ്പരം അവിശ്വസിപ്പിക്കാനും പരസ്പരം ശത്രുക്കളാക്കി മാറ്റാനും ഉതകുന്ന, അത് ഉന്നം വെച്ചുകൊണ്ടുള്ള എഴുത്തുകൾ എഴുത്തുകാരൻ കുലംകുത്തിയാണ് എന്നെനിക്ക്, മലയാളികളുടെ കുലംകുത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് സന്തോഷ് ഇപ്പം പറഞ്ഞത്. സാർ, പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ വിമർശിക്കുന്ന സമയത്ത്, ഇപ്പോൾ സാറ് എൻ്റെ ഒരു കഥയെ വെച്ചിട്ട് ആ കഥ വളരെ മോശം കഥയാണെന്ന് പറയുമ്പോൾ ഞാനത് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുകയാണ്, ഒരു ഭയങ്കര വ്യക്തിപരമായിട്ടൊരു വിമർശനമായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിജി, വെയ്ക്ക് വിത്ത് ഗാന്ധി എന്ന് പറയുന്ന മറ്റേ ഒരു ഇതിൽ പിന്നെ ലൂയി ഫിഷർ എന്ന് പറയുന്ന ഒരാൾ, മറ്റേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഗാന്ധിജീൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ജിന്നയുടെ അടുത്ത് വന്നിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, രണ്ടുപേരുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ഇത് കേൾക്കുന്നുള്ളതാണ്.
ഒരാൾ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നതാണ്. നമ്മളെ ഒരാൾ പറയുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റ് ഇതിൻ്റെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അയാളെ ഒരു വ്യക്തിപരമായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആശയത്തെ നേരിടാൻ വേണ്ടി പറ്റാതിരിക്കുമ്പോൾ നേരെ വ്യക്തിയിലേക്ക് പോകും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഒരു ആശയത്തെ നമുക്ക്, അയാൾ പറയുന്ന ഒരു പ്രശ്നത്തെ ഒരു ആശയപരമായിട്ട് നമുക്ക് നേരിടാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു വ്യക്തിപരമായിട്ട് അയാളെ ആക്ഷേപിച്ചിട്ട് അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയാണ്, മറ്റേ ആയിരുന്നു, മറിച്ചാണെന്ന് പറഞ്ഞിട്ട് അയാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ട് അയാളെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന രീതിയിലേക്ക് തകർത്ത് കളയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ജിന്നയാണെങ്കിൽ ജിന്ന ഇങ്ങനെ ഒന്നും കേൾക്കില്ല അത്രേ. അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഗ്രാമഫോൺ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് റേഡിയോ പറയാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് ഒരു 10 മിനിറ്റ് പോലും സംസാരിക്കാൻ വേണ്ടി പറ്റില്ലെന്നല്ല ലൂയി വിസ്റ്റർ പറയുന്നുണ്ട്. അതുപോലെ ഗാന്ധിയുടെ അടുത്ത് നിൽക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളുടെ ഒരു സർഗാത്മകമായ ലോകം തൻ്റെ മുമ്പിൽ തുറന്നിടുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര, ഇപ്പോൾ സാറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ മറ്റേ അമൃതാനന്ദമയിയുടെ സംഭവത്തിൽ, അങ്ങനത്തെ ലേഖനത്തിൽ ഈ മറ്റേ സത്നാഥ് സിംഗിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ വളരെ അതിഗംഭീരമായ ലേഖനം. അപ്പം അത് ഒരു ആൾ ദൈവത്തിന് കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു സംഭവമില്ല അതിനകത്ത് ഒരു മാനസിക രോഗിയായ ഒരു വ്യക്തിയോട് ഒരു മനുഷ്യ സമൂഹം കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് സാറിന് അപ്പം തന്നെ പറഞ്ഞു, ഇത് ക്രിസ്ത്യൻ വർഗീയവാദിയായ സക്കറിയ അത് അങ്ങനെ എഴുതുള്ളൂ, അങ്ങനെ അതിനപ്പുറത്ത് സക്കറിയ ഒന്നും എഴുതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ അവർ ഈ പറയുന്ന പോലെ കണ്ണാടി കാൺമോളവും അതേപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള നിരവധി കഥകൾ, അപ്പോൾ നിരവധി കഥകൾ എഴുതിയ ഒരു മനുഷ്യനാണ്. കാരണം വെച്ചാൽ അപ്പോൾ സാറ് പണ്ട് ആദ്യത്തെ പിന്നെ ലേഖനത്തിൽ തന്നെ മറ്റേ എന്താണ് 1980 യേശു എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഈ മതത്തിനകത്ത് ഈ പറയുന്ന പോലെ പൗരോഹിത്യ ആധിപത്യം വരുന്നതിനെ കുറിച്ചിട്ട്, അത് ബിസിനസ്സാക്കി മാറ്റുന്നതിനെ കുറിച്ചിട്ട്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ ശക്തമായിട്ട് അന്ന് തന്നെ സാറ് 28-ാമത്തെ വയസ്സിലൊക്കെ സാറ് 25-28-ാമത്തെ വയസ്സിലൊക്കെ ശക്തമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതി വരികയും അതുപോലെ തന്നെ യേശുവിനെ സ്വർഗപുത്രൻ അല്ല പിന്നെ ദൈവപുത്രൻ എന്നതിന് പകരം ഒരു മനുഷ്യപുത്രനായിട്ട് കാണുകയും ചെയ്ത ഇത്രയും സെക്യുറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനോട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് സാർ എങ്ങനെയാണ് അതിനെ നേരിടാൻ വേണ്ടി പറ്റുന്നത്? പിന്നെ മാത്രമല്ല സാറിന് ഫിസിക്കലായിട്ട് പോലും ആക്രമണങ്ങൾ, ഇതിനൊക്കെ എങ്ങനെയാണ് സാർ നേരിടുന്നത്? ഇല്ല, ഫിസിക്കലായിട്ട് അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഒരു പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ചെറുപ്പക്കാരി ചെയ്തതാണ്. അത് അവർ പോഴന്മാരാണെന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബോധമില്ലാത്ത പിള്ളേർ. അപ്പോൾ അത് വേറൊരു കാര്യം. ഈ അമൃതാനന്ദമയ്യയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചാൽ, സത്യനാഥ് സിംഗിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഫോണിൽ കൂടെയുള്ള ചീത്തവിളിയേ ചെയ്തുള്ളൂ. അത് കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് ഫോണിൽ കൂടെയാണ്. അതിപ്പോൾ ഇതെല്ലാം നമ്മൾ കേൾക്കുക എന്നുള്ളതല്ലാതെ ഉടനെ പോലീസിനെ വിളിച്ച് എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറയുന്നു, അത് എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളിലുള്ള അമിതമായ ഒരു നമ്മളിൽ തന്നെ ഭയങ്കരമായിട്ട് അഭിരമിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഉടനെ പോലീസിനെ വിളിച്ച് എനിക്ക് പോലീസ് ഒന്നും ചെയ്യാനില്ല. നമ്മളിത് കേൾക്കുന്നു, ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പം ഇത് യഥാർത്ഥമാണോ? ഇങ്ങനെ ആളുകൾക്ക് ഒരാളിനെ ഫോണിൽ കൂടെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ക്രിസ്ത്യാനികളെ യേശുവിനെ പറ്റിയുള്ള ആ കഥ എഴുതിയപ്പോഴും എനിക്കിതുപോലെ തന്നെ ഒന്നാന്തരം പുളിച്ച തെറി ഫോണിൽ കൂടെ ക്രിസ്ത്യാനികളും പറഞ്ഞു. ഇത് ആരെയാ നമ്മൾ കുറ്റം പറയാം? ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്, വിഷം നിറഞ്ഞ പക്ഷികൾ. എവിടുന്നൊക്കെയോ തലയ്ക്കകത്ത് കുത്തിവയ്ക്കപ്പെട്ട വിഷങ്ങളുമായിട്ട് ഇവർ പാവങ്ങളാണ്, നിർഭാഗ്യവന്മാരാണ്. ഇവർക്ക് വേറെ ഓപ്ഷൻസ് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള നോൺസെൻസ് മാത്രമേ ഇവരുടെ തലയ്ക്കകത്ത് കയറിപ്പോയിട്ടുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കാണുക, ആ രീതിയിൽ അതിനോട് പെരുമാറുക. നമുക്കിതിനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പം ഡൽഹിയിൽ നിന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകളോട് എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാളിന് ഒറ്റയ്ക്ക് ഈ റോഡിലിറങ്ങി നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? നമ്മളെ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന പോലെ ഇങ്ങനെ കൊന്ന് അകലോട്ടിടും, ഇല്ലെന്നാക്കിയിടും. അപ്പം ഇതൊന്നും സാധ്യമല്ല. അത് ചെയ്യാനുള്ള ജോലി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വിദ്വാൻമാർ അത് ചെയ്യുന്നുമില്ല. അപ്പം ഇതുകൊണ്ട് എഴുത്തുകാർക്കൊന്നും ഈ ലോകത്തെ രക്ഷിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവനവനെ രക്ഷിക്കാമെങ്കിൽ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുള്ളൂ. സാറിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം സാർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാറിന് മറ്റേ അടൂർ ഗോപാലകൃഷ്ണനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അല്ല, ദേഷ്യമുണ്ട് എന്നല്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പേഴ്സണലായ സാധനങ്ങൾ പറഞ്ഞു, അത് നിങ്ങളത് പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടോ?
അന്ന് ഗോപാലകൃഷ്ണൻ ഞാനുമായിട്ടൊരു വഴക്കുണ്ടായെന്നുള്ളത് ശരിയാണ്, അത് സത്യമാണ്. അത് കഴിഞ്ഞ് എത്ര പണ്ടേ ഇപ്പോൾ 30 കൊല്ലമായി, അത് എത്ര പണ്ടേ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എനിക്ക് പറ്റിയ മണ്ടത്തരം ഞാൻ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ മണ്ടത്തരമൊന്നും പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ മണ്ടത്തരം തന്നെയായിരുന്നു എന്ന് വേണേൽ പറയാം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ ദർ ഈസ് നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി. അതൊക്കെ പക്ഷേ ഈ ആളുകൾക്ക് ചിന്തിക്കാൻ ഇഷ്ടം ഒരിക്കൽ അന്ന് ശത്രുത കാണിച്ചവർ എക്കാലവും ശത്രുക്കളായിരിക്കുമെന്ന് ആളുകൾ സാധാരണഗതിയിൽ ധരിക്കാറുണ്ട്. അപ്പം പലരും ഇപ്പോഴും ഈ 30 കൊല്ലത്തിന് ശേഷം സാറും ഗോപാലകൃഷ്ണനുമായിട്ട് ഇപ്പോൾ എങ്ങനെ ഇപ്പോഴും ഇതാണോ അങ്ങനെയാണോ ചോദിക്കും. അപ്പം അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. അതെ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സെഷൻ ഒരു 10 മിനിറ്റും കൂടി മാത്രമേ ഉള്ളൂ, ഇനി ചോദ്യത്തിനുള്ള സെഷനാണ്. അപ്പോൾ ഇനി സാറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. അപ്പോൾ അതിനുള്ള സമയമാണ്. വിമർശനത്തിനെ കുറിച്ചല്ല, ഒരു കഥയെക്കുറിച്ചൊരു സംശയം ചോദിച്ചോട്ടെ. ഈ നമ്മുടെ സിനിമാ കമ്പം എന്ന് പറയുന്നത് മറ്റ് കഥകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് സാർ? യൂട്യൂബിൽ ആ പാട്ടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ ബസ് കണ്ടിട്ട് അതിൽ നിന്ന് ഉണ്ടായ ഒരു വിത്തിൽ നിന്നാണോ ആ കഥ ഉണ്ടായത്? അതോ ഒരു കഥയുണ്ടായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് അതിന് മേമ്പൊടിക്കായിട്ട് ആ യൂട്യൂബിൽ നിന്നുള്ള കഥയുടെ ആ ബസ്സിൻ്റെ വരവും ഒക്കെ സാർ അതിൽ ചേർക്കുകയാണ് ഉണ്ടായത്? ആ കഥയിലേക്ക് സാർ എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ പറയാം. അത് എനിക്കൊന്നും ആ കഥ വായിച്ചിട്ടില്ലാത്തവർക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവില്ല. എന്നാൽ പോലും ഞാൻ പെട്ടെന്ന് അത് വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. പിന്നെ ഉൾക്കടൽ എന്നുള്ള സിനിമയിലെ ശരദിന്ദു മലർദീപം എന്നുള്ളത്, അത് ONV എപ്പോഴും പറയുമായിരുന്നു. അത് പണ്ട് കാസറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ശരബിന്ദു എന്നായിരുന്നു അടിച്ചു വന്നിരുന്നത്. അപ്പം ONVക്ക് അത് കാണുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും സങ്കടവും വരുമായിരുന്നു. അപ്പോൾ ശരദിന്ദു മലർദീപ നാളം എന്നുള്ള ആ പാട്ടാണ്. അപ്പോൾ അത് അന്ന് ഇറങ്ങിയ കാലം തൊട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട പാട്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പറയാം നമ്മുടെ ഇതായിട്ട്. അപ്പോൾ അത് ഞാൻ യൂട്യൂബൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം അതിൻ്റെ വീഡിയോ കാണുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ പാട്ടിൻ്റെ ഒരു നിമിഷത്തിൽ അപ്പുറത്തുകൂടി ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ തെങ്ങുകൾക്ക് അപ്പുറത്തൂടെ കടന്നു പോകുന്ന, അതിനകത്തൂടെ കടന്നു പോകുന്ന കണ്ട് അത് വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. എൻ്റെ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട പാട്ടുമായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. സർ, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് വിമർശനങ്ങളുടെ ഒരു ജനാധിപത്യവൽക്കരണം നടക്കുന്നുണ്ട്. സിനിമ കാണുന്ന എല്ലാവരും ചലച്ചിത്ര നിരൂപകരാവുന്നത് പോലെ വായിക്കുന്ന എല്ലാവരും നിരൂപകരാവുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമായ കാലത്താണ് സാറിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കമ്പാഷൻ സാർ എഴുതുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഇപ്പം സാറ് പറഞ്ഞു, ഇപ്പം ഡോക്ടർ വി രാജകൃഷ്ണനെ പോലുള്ള അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിനെ പോലുള്ള അല്ലെങ്കിൽ ആധുനികതയുടെ കാലത്തെ നിരൂപകരൊക്കെ ഈ ആ കൃത്യമായ വിമർശന പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ വിമർശനങ്ങൾ നടത്തിയെന്ന് സാർ ഇവിടെ പറഞ്ഞു. അപ്പം ഈ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലത്ത് ഇപ്പോൾ സാറിന് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈലുണ്ട്, സാറിന് ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട്. സോഷ്യൽ മീഡിയ വളരെ സജീവമായ കാലത്ത് ഇംഗ്ലീഷിൽ ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കമ്പാഷൻ സാർ എഴുതിയതാണ്. കുറച്ച് ആ സമയത്തൊക്കെ എഴുതപ്പെട്ട കൃതികളെ പറ്റി സാറിന് വ്യക്തിപരമായിട്ട് നിർമ്മാണാത്മകമായ കൺസ്ട്രക്റ്റീവായ ഒരു ക്രിറ്റിസിസം സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവുന്നുണ്ടോ? സാറിൻ്റെ വ്യക്തിപരമായ അനുഭവം എന്താണ്? സ്വന്തമായൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ, സ്വന്തമായൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുള്ളൊരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്. ഇല്ല, എനിക്ക് ഇത് 6 കൊല്ലമായി ആ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ട്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ സജീവമല്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ പുസ്തകങ്ങളും സാഹിത്യവും ഒന്നും സജീവമല്ല. സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കമ്പാഷന് കിട്ടിയ റിവ്യൂസ് മുഴുവനും, ഒന്നാമത് മലയാളത്തിൽ അധികം റിവ്യൂസ് വന്നില്ല, കാരണം അതൊരു ഇംഗ്ലീഷ് പുസ്തകമായതുകൊണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ അതിന് വലിയ തോതിൽ റിവ്യൂസ് കിട്ടി. അത് മുഴുവനും അച്ചടി മാധ്യമങ്ങളിലൂടെയായിരുന്നു. അപ്പം സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി ഒരു പരാമർശം പോലും വന്നതായിട്ട്, കാലഘട്ടം മാറിപ്പോയി. 6 കൊല്ലം മുമ്പ് ഈ തരത്തിൽ ഉള്ള ഒരു പ്രൊഫൈലില്ലായിരുന്നു. ഇപ്പം എൻ്റെ നോവൽ, ഇപ്പം ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ആ നോവലിന് സോഷ്യൽ മീഡിയയിൽ കൂടി എനിക്ക് വേറൊരു തരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട്. അപ്പം അത് ആമസോണിൽ ഇതൊക്കെ ആയിട്ട്, അപ്പം അത് വേറൊരു അനുഭവമാണ്. അതിനകത്ത് വിലയിരുത്തലുകൾ വരാൻ തുടങ്ങിയില്ല. ബട്ട് ഐ ആം അവൈറ്റിങ്. അത് പലതരത്തിൽ വരാൻ വഴിയുണ്ട്. അതിനി ഞാൻ ആ ലോകം വിട്ടിട്ട് ഞാൻ ഈ നോവലോടുകൂടി വേറൊരു ലോകത്തിലേക്ക്, സോഷ്യൽ മീഡിയ ലോകത്തിലേക്ക് ഇപ്പോഴാണ് ഞാൻ പ്രവേശിക്കുന്ന വാസ്തവത്തിൽ. അപ്പം ഇനിയാണ് ഞാൻ അറിയാൻ പോകുന്നത് എന്താ സംഭവം. സാറേ, ഈ വിമർശനം അസാധ്യമായ ഈ കാലം എന്ന് പറയുന്ന ഈ ടൈറ്റിൽ
ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ വിമർശനം അസാധ്യമായതാണോ സാധ്യമായതാണോ ഏറ്റവും കൂടുതൽ? ഇപ്പോൾ സാറൊക്കെ ഇപ്പോൾ സംസാരിച്ചതെല്ലാം മുമ്പുള്ള ഒരു സാഹിത്യ വിമർശനത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നുള്ള സാഹിത്യ വിമർശകർ അതേ രീതിയിനകത്തായിരുന്നു വിമർശനം. സാറ് പറഞ്ഞൊരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സാറിൻ്റെ കൃതികൾ സാർ എഴുതുമ്പോൾ തന്നെ ഈ വിമർശകരെയും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു എഴുതുന്നത്. അതായത് അവർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശകർ ഉണ്ടാകുന്ന വിമർശനം സാധ്യമായ ഒരു കാലഘട്ടമല്ലേ ഇത്? മുമ്പ് വിമർശകർ വളരെ കുറവായിരുന്നു, അവർ വിലയിലുണ്ടാവുന്നവർ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഈ വിമർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൃതികൾ വിറ്റഴിക്കപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് രീതിയല്ലേ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഞാൻ എഴുതുന്ന കാലത്ത് 60കളിലാണ് ഞാൻ എഴുതി മുന്നോട്ട് വരുന്നത്. 60കളിലൊന്നും നമുക്ക് ആരെയും ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ല എഴുതുന്നത്. ഒന്നാമത് ഞാൻ എവിടെയോ മൈസൂറിലോ ബാംഗ്ലൂരിലോ ഒക്കെ ആണ് എഴുതുന്നത്. അച്ചടിച്ചു വന്ന കഥ ആഴ്ചപ്പേപ്പിൽ അച്ചടിച്ച് വന്നത് പോലും കാണുന്നത് അച്ചടിച്ച് വന്നത് 3 ആഴ്ചയ്ക്കോ 4 ആഴ്ചയ്ക്കോ ശേഷം അത് അച്ചടിച്ച് വന്നു എന്ന് പോലും നമ്മൾ കാണുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൈൻഡായിട്ടുള്ള ആക്ടിവിറ്റി ആയത്, ടോട്ടലി ബ്ലൈൻഡ്. അത് ഞാൻ എഴുതിയത് ഞാൻ അതുവരെ വായിച്ച മഹാന്മാരായ മലയാള എഴുത്തുകാരുടെ എല്ലാം വെളിച്ചത്തിൽ, തകഴിയുടെയും കേശവദേവിൻ്റെയും കാരൂറിൻ്റെയും പുൻകുന്നം വർക്കയുടെയും മാധവിക്കുട്ടിയുടെയും ബഷീറിൻ്റെയും ഒക്കെ ഞാൻ പൊറ്റക്കാടിൻ്റെയും ഒക്കെ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബ്ലൈൻഡായിട്ട് എഴുതുക ചെയ്യുന്നത്. അപ്പം അതിന് വേറെ ക്രിട്ടിക്കൽ മോഡൽസ് ഒന്നും എനിക്കില്ല. അത് ഇവരുടെയൊക്കെ കാര്യത്തിൽ അത് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഇന്നിപ്പം വരുന്ന ഈ നമ്മൾ വിമർശനം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റിക്കും കൂടി ഒരു വിലയുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വിലയുണ്ട്. അപ്പം ഒരു കഥ മോശമാണ്, വളരെ മോശമാണ് എന്ന് 10-100 പേരൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്നാൽ ചിലരെങ്കിലും കരുതും ഇത് എത്ര മോശമാണെന്ന് എന്നാൽ ഒന്ന് വായിച്ചു നോക്കിയേക്കാം എന്ന് പറഞ്ഞ് കുറച്ച് പേരെങ്കിലും കയറി വായിച്ചു നോക്കും. അത്ര മോശമാണോ എന്നാൽ ഒന്ന് വായിക്കാം എന്ന് കരുതും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പക്ഷേ ഈ വളരെ ഉപരിപ്ലവമാണ് ഇതിനകത്തെ വളരെ പേഴ്സണലാണ്. എന്താ പറയേണ്ടത്, ദുരുദ്ദേശങ്ങൾ അട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ അത് അയാൾ ക്രിസ്ത്യാനിയായിട്ടാണ്, അത് അയാൾ മുസ്ലിമായിട്ടാണ്, അയാൾ ഹിന്ദു ആയിട്ടാണ്, ഈഴവനായതുകൊണ്ടാണ്, നായരായതുകൊണ്ടാണ്, നമ്പൂതിരി ആയതുകൊണ്ടാണ് എന്ന രീതിയിലുള്ള സംസാരം ഇന്നിവിടെ വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഞാൻ കാണുന്നത്. നമുക്ക് വാസ്തവത്തിൽ അത് കാണുമ്പം ഇത്രയും കാലം നവോത്ഥാനത്തിനും നാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ഒക്കെ ശേഷം ഇന്നും കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം മനുഷ്യരുടെ ഹൃദയങ്ങളും തലച്ചോറും ഏതോ ഇരുട്ടറയിൽ കിടക്കുകയാണല്ലോ എന്നത് ഞെട്ടിപ്പോവും, നടുങ്ങിപ്പോവും ഇത് വായിച്ച്. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളുടെ ഒരു നല്ല പങ്കും വരുന്നത്. അതല്ലാതെ സാഹിത്യത്തിൻ്റെ ഒരു ഉന്നതമായ എന്താണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ആരെ പറ്റിയാണ് പറയുന്നത്, ഷേക്സ്പിയർ എന്നോ അല്ലെങ്കിൽ 1000 പേരുകളുണ്ട്, അല്ലെങ്കിൽ മാർക്കോസ് അല്ലെങ്കിൽ ടോൾസ്റ്റോയിന്നോ XYZ, അതിൻ്റെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു എം കൃഷ്ണൻ നായർ സാർ അതാണ് ചെയ്തത്. സാറിന് ഇന്നും റിലവൻസ് ഉള്ളത് സാറ് ഒരു കാര്യത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ കൃതിയെ ചീത്ത പറയുമ്പോഴും നശിപ്പിക്കുമ്പോഴും സാർ അതിന് വേറൊരു മോഡൽ കാണിച്ചുകൊണ്ടാണ് സാർ അത് ചെയ്ത്, വെറുതെ പറയല്ലേ ചെയ്തത്. അപ്പോൾ ആളുകൾ ചോദിക്കും ടോൾസ്റ്റോയി ആയിട്ടാണോ ഈ ഒരു 22 വയസ്സുള്ള പയ്യനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? പക്ഷേ അത് നല്ലതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ടൈം അധികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല, അതായത് നമ്മുടെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചിട്ടും വിമർശനത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചിട്ടും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വിമർശനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ വളരെ ലളിതമായി വളരെ ആധികാരികമായി സാർ നിങ്ങളോട് സംവദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും വളരെയധികം നന്ദി.